ഒരു എന്താ പറയുക, ഒരു ഇന്റർവ്യൂ, അതുപോലെ നമുക്ക് ജോലി സാധ്യത അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനൊന്നും കഴിയുകയാണ്. അതുകൊണ്ട് ഇതിനെ ചെറുതായിട്ടൊന്നും കണക്കാക്കരുത്. ഇത് കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ്. അപ്പൊ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളുടെ സ്കൂൾ കലോത്സവമായ കേളിക്കൊട്ട് ഇവിടെ നടക്കാൻ പോവാണ്. ആ കൊട്ട് ഒന്ന് ഉഷാറാക്കുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മുടെ കേളിക്കൊട്ട് അത്ര ഉഷാറായി വരും. കൊട്ടിന്റെ ആ താളവും ആ ഭംഗിയും ലയൊക്കെ അതിനനുസരിച്ചിരിക്കും നമ്മുടെ പരിപാടിയുടെ മികവ്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഒരാൾ ഇത് ഉദ്ഘാടനം നടത്താൻ ഇവിടെ നമുക്കൊരു വിശിഷ്ടാതിഥി എത്തിച്ചേർന്നിട്ടുണ്ട്. PRC കോർഡിനേറ്ററായ നമ്മളുടെ സുനിത ടീച്ചർ ഇവിടെ ഉണ്ട്. സുനിത ടീച്ചറെ ഞാൻ കുറേയധികം കാര്യങ്ങൾ പ്രസംഗിക്കണമൊന്നുമില്ല. കാരണം എല്ലാവരും നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ആൻഷ്യസ് ആയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കിട്ടുന്ന അവസരമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഇവിടെ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള പ്രോഗ്രാംസ് നമുക്ക് ഉപജില്ലയിലേക്ക് കൊണ്ടുപോകാനും അതുവഴി ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ SNUPSന്റെ ആ ഒരു യശസ് ഉയർത്താൻ നിങ്ങൾ കാരണമാകട്ടെ. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഔപചാരികമായിട്ട് കേളിക്കൊട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു എവരിവൺ. വർഷത്തെ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത PRC കോർഡിനേറ്റർ സുനിത ടീച്ചർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം സ്വാഗതം പറഞ്ഞ നമ്മുടെ മിസ്റ്റേഴ്സ് ഗീതാഞ്ജലി ടീച്ചർ, ഞങ്ങളുടെ കൊച്ചു കുട്ടികളുടെ പരിപാടികൾ കാണാൻ എത്തിച്ചേർന്ന എല്ലാ പാരൻസിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകർ, കൊച്ചു കുട്ടികൾ പരിപാടികൾ തയ്യാറായി വന്ന കുട്ടികൾക്കും നന്ദി പറയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഗ്രേഡുകൾ വാങ്ങിച്ച് സർട്ടിഫിക്കറ്റ് ട്രോഫിയൊക്കെ വാങ്ങാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഒരു മഹാനദിയുടെ ചരമക്കുറിപ്പിന്റെ അവസാന വാക്ക് കത്തിക്കരിഞ്ഞതാണീ മാതൃമാനസം.
സ്വാർത്ഥപുണ്യം ചുരന്നിടുന്നു സ്വാർത്ഥങ്ങളാൽ തീർത്ഥമർത്യജന്മങ്ങളിൽ പറ്റാത്ത സ്നേഹമായി കാത്തിരുന്നു സൈകതതന്ത്രങ്ങൾ സാക്ഷിയായി നിൽക്കവേ നമസ്കാരം. ശ്രീ മുരുകൻ കാട്ടാക്കരുടെ കനൽപൊട്ട് എന്ന കവിതയാണ് ഇന്ന് ഞാൻ അവിടെ ആലപിക്കാൻ പോകുന്നത്. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവെച്ച തീറ്റയെ കട്ടെടുത്തു തിന്നു പോന്നു ദുഷ്ടനീതി ശ്രീധനം.
വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പൊന്നു കൃഷ്ണനീതി ശ്രീധനം. നാണമില്ലേ ആണതെന്ന പേര് ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്ന പേര് ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. പച്ചവെള്ളത്തിന് മധുരമറിയുന്നൊരു ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ, ആവശ്യവസ്ത്രം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത കുറെ കുട്ടികൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കുഞ്ഞിക്കുടിലുണ്ടായിരുന്നു. അതിനകത്ത് എന്ന് പറഞ്ഞ ഒരു ബാലൻ താമസിച്ചിരുന്നു. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. വിശപ്പും ദാഹവുമായിരുന്നു അവനുകൊണ്ട്. ഒരു നേരം കഴിക്കാൻ വേണ്ടി ആഹാരം പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ളവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. ഇത് കണ്ട് അവന്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തി. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, പുതിയ ചെരുപ്പുകൾ. ഇത് കണ്ട് കുട്ടന്റെ അമ്മയ്ക്ക് കുട്ടനെ നോക്കാനേ പറ്റിയില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്നൊരു സുഹൃത്തിനെ കിട്ടി. അവൻ വലിയ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, ബാബു, നിന്റെ വീട് ഓലയാണോ അതോ ഓടാണോ? ബാബു പറഞ്ഞു, എന്റെ വീട് മാളികപ്പുറമുള്ള വീട്. മാളികപ്പുറമുള്ള വീടോ? അതെന്ത് വീടാ? நான் இன்னைக்கு பாடப் போகிற கவிதை ஒரு அம்மாவுடைய பாசத்தை பற்றியானது. கண்ணே மணியே முத்தம் தா, கட்டிக்காரும்பே முத்தம் தா. கண்ணே மணியே முத்தம் தா, கட்டிக்காரும்பே முத்தம் தா. வண்ணக்கிளியே முத்தம் தா, വാസക്കോഴുന്നേ മുത്തം താ. വണ്ണക്കിളിയേ മുത്തം താ, വാസക്കോഴുന്നേ മുത്തം താ. തേനേ പാലേ മുത്തം താ. ഒരു വലിയ ആഘോഷം നടന്നു. അതെന്താണെന്ന് അറിയുമോ കൂട്ടുകാരെ? അന്നേ വീട്ടിലെ മുത്തശ്ശിയമ്മയുടെ പൂവൻ കൊഴിയൊരു നാളിൽ, പൂവൻ കൊഴിയൊരു നാളിൽ കണ്ണിൽ നടക്കും കലോത്സവം കാണാൻ എല്ലാരും ഒത്തുകൂടി, എല്ലാരും ഒത്തുകൂടി. കണ്ണിൽ നടക്കും കലോത്സവം കാണാൻ എല്ലാരും ഒത്തുകൂടി, എല്ലാരും ഒത്തുകൂടി. പക്ഷികളായുള്ള പക്ഷികളും കൊച്ചു മൃഗങ്ങളും വന്നുകൂടി, കൊച്ചു മൃഗങ്ങളും വന്നുകൂടി. വാനരന്മാരുടെ താളത്തിനൊത്ത് മാനുകൾ കൂട്ടമനുത്തമാടി, മാനുകൾ കൂട്ടമനുത്തമാടി. പാട്ടിന്റെ പേരാണ് നെയ്യപ്പക്കൊതി. നെയ്യപ്പം എന്ന് കേട്ടാൽ ആർക്കാണ് കൊതിയാവുന്നത് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ നെയ്യപ്പം? നെയ്യപ്പത്തിന് മുട്ട അപ്പൂപ്പനും അമ്മൂമ്മക്കും ഒടുവിൽ എന്താ സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കിയാലോ. കൊച്ചുപുരക്കിലെ അപ്പൂപ്പൻ, പിച്ചക്കാരനായ അപ്പൂപ്പൻ, പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുന്നാഴി. പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുരക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ಸಾಕಿದ ತಾಯಿಗೆ ವಂದನೆ. ನವಮಾಸ ಹೊತ್ತು ನನ್ನನ್ನು ಹೆತ್ತು ಸಾಕಿದ ತಾಯಿಗೆ ವಂದನೆ. ಮೈ ಮುರಿದುಡಿದು ನನ್ನನ್ನು ಸರುಹಿ ಬೆಳೆಸಿದ ತಂದಿಗೆ ವಂದನೆ. ಮೈ ಮುರಿದುಡಿದು. Hope you all are safe and happy. Today I am going to
listen. Don't be afraid of the dark, little one. The earth must to be rest. When the day is done, the sun must to be harsh. But moonlight and his stars shining forever and ever. Will friends with the night travel too far and near? But at night, late at night, the world is free. നമസ്കാരം. എൻ്റെ പേര് തിരുവനന്ത. ഞാനിവിടെ പറയാൻ പോകുന്ന നാടിൻ്റെ മുത്തത്തെ സന്ദർശനത്തെക്കുറിച്ചാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. പച്ചപ്പടലിൽ കടവളം പദങ്ങളും കാര്യങ്ങളും കടലുകളിൽ छोटा भाषा प्रशस्त करना चाहती हूँ। हमारे जीवन में पेड़ों का बड़े हाथ है। हमारे प्रकृति का संतुलन बनाए रखने में पेड़ों का बड़े हाथ